ലോർഡ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാലക്കാട് നിന്ന് ബ്രദർ സൈമൺ വടക്കൻ എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠകളാണ്. ശരീരത്തിന് എന്തെങ്കിലും മുറിവ് പറ്റുകയോ വേദനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, ക്ഷീണം തോന്നുന്നു, എൻ്റെ ശരീരത്തിന് ഒരു ബലക്കുറവ് പോലെ തോന്നുന്നു. ശരീരത്തെക്കുറിച്ച് മനുഷ്യന് വലിയ ഉത്കണ്ഠയാണ്. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമുണ്ടെന്നും ആ ദൈവമായ പരിശുദ്ധാത്മാവിനെ വസിക്കുന്നുവെന്നും ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവനിർമ്മിതമായ നിൻ്റെ ഹൃദയം, നിൻ്റെ ശരീരം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യനിർമ്മിതമായ ദേവാലയത്തെക്കാൾ പരിപാവനവും അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമാണ് ദൈവനിർമ്മിതമായ നിൻ്റെയും എൻ്റെയും ഈ ശരീരവും അതിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ വസിക്കുന്ന ഹൃദയവും. ഇതിനെ മലിനപ്പെടുത്തുമ്പോഴാണ് നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോവുക. പരിശുദ്ധാത്മാവ് പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും മലിനമായ പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിൽ പിന്നെ ആത്മാവ് വസിക്കില്ല, ആത്മാവ് വിട്ടുപോകും. അതോടുകൂടി ഞാൻ ഒരു വെറുക്കപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്താൽ തള്ളിക്കളയപ്പെട്ട, അല്ലെങ്കിൽ ആരാലും മാറ്റി നിർത്തപ്പെട്ട, അല്ലെങ്കിൽ ആർക്കും ഉപകാരമല്ലാത്ത, എനിക്ക് പോലും ഉപകാരമല്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറും. എന്തൊക്കെയാണ് ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവിനെ വേദനിപ്പിക്കുകയും ആത്മാവ് വിട്ടുപോകാൻ കാരണമായ പാപങ്ങൾ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? വ്യഭിചാരം, അത് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും. അതുപോലെ അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ പാപത്തിൽ നിന്ന് ഉടൻ തന്നെ നമുക്ക് മോചനം പ്രാപിക്കണം. ഒരു തിരിച്ചറിവ് വേണം നമുക്ക്. ഇതിൽ ഏതെങ്കിലും ഈ പാപങ്ങൾ എന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ യേശുവിൻ്റെ അരികിൽ പോയി യേശുവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ കുരിശുമരണത്തെ അംഗീകരിക്കണം. ഞാൻ പാപിയാണെന്നും യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, അവൻ്റെ രക്തത്തിലൂടെ എനിക്ക് പാപമോചനമുണ്ടെന്നും വിശ്വസിക്കണം. എന്നിട്ട് പാപങ്ങൾ ഏറ്റുപറയണം. കുമ്പസാരിക്കാൻ പറ്റുന്നവർ കുമ്പസാരിക്കണം, അല്ലാത്തവർ അനുദിനം പാപങ്ങൾ ഏറ്റുപറയണം. എന്നിട്ട് അവൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടണം, അത് വിശ്വസിക്കണം. പിന്നീട് ആ പാപത്തെ ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നീ വിശുദ്ധനായി നിൻ്റെ ഉള്ളിൽ വീണ്ടും പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി.